കല്യാണിയുടെ ശവം മനക്കിലെ കുളത്തിൽ കണ്ടെത്തിയതായി മുത്തശ്ശിയോടും രേണുകയോടും പറയുന്ന ഉണ്ണി. അത് കേട്ട് വിശ്വസിക്കാനാവാതെ രേണുകയും മുത്തശ്ശിയും. ഇക്കാര്യം വൈഷ്ണവിയോട് പറയുന്ന ദക്ഷിണ. സ്വപ്നദർശനം അനുഭവിച്ചയാൾ ആ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാഗമഠത്ത് തറവാട്ടിൽ ഇനിയും അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് വൈഷ്ണവിയോട് പറയുന്ന ദക്ഷിണ. ഇത് നിഷേധിക്കുന്ന രേണുക. കല്യാണിയുടെ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാൻ മഠത്തിലേക്ക് പോലീസുകാർ വരുന്നു. കല്യാണിയുടെ വേർപാടിൽ സങ്കടപ്പെടുന്ന മുത്തശ്ശിയും രേണുകയും. ഇനി തുടർന്ന് കാണുക. ഉണ്ണിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുത്തശ്ശനും പറഞ്ഞ ബാക്കി പറയാനാണോ? ഞാൻ കാരണം ഉണ്ണിയേട്ടനെയും കൂടെ എല്ലാരും തെറ്റിദ്ധരിക്കയല്ലേ? തെറ്റിദ്ധരിക്കട്ടെ. ആരെന്ത് പറഞ്ഞാലും എന്റെ കാര്യം എനിക്കറിയാം. എല്ലാവർക്കും വിഷമോ ഉണ്ണിയേട്ടാ? പാവം കല്യാണി, അവള് മരിച്ചത് മുത്തശ്ശിക്ക് താങ്ങാനായിട്ടില്ല. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? കല്യാണി മരിച്ചതിന്റെ പുകില് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാണാതായ ദിവസം തന്നെ പോലീസിൽ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എനിക്കിപ്പോ ആകെ വിഷമോ ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ എന്ത് കരുതിയാലും ശരി, ഞാൻ തന്നെയാ എല്ലാത്തിനും ഉത്തരവാദി. എന്തുത്തരവാദി? കല്യാണി മരിച്ചത് നീ കാരണമൊന്നുമല്ലോ. ആണ്, ഞാൻ തന്നെയാ കാരണം. സ്വപ്നദർശനം നടന്നത് വെളിപ്പെടുത്തി പൂജാരിണിയാവാൻ തയ്യാറായിരുന്നെങ്കിൽ ഇല്ലത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കല്യാണി മരിക്കില്ലായിരുന്നു. സ്വാതിക്ക് അപകടവും സംഭവിക്കില്ലായിരുന്നു. സ്വാതിക്കിപ്പോ സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു സ്വപ്നം ഒന്ന് നിർത്തുന്നുണ്ടോ? ഉണ്ണിയേട്ട, കഴിയണില്ല പിടിച്ചു നിൽക്കാൻ. എന്റെ വിധി പൂജാരിണി ആവാനായിരിക്കും. അത് നടക്കട്ടെ ഉണ്ണിയേട്ട, പ്ലീസ്. ഇനിയും ഇല്ലത്തൊരു ദുർവിധി ഉണ്ടാവരുത്. അതാ എന്റെ ആഗ്രഹം. നീ ഇപ്പൊ പറഞ്ഞാലുള്ളൂ ബാംഗ്ലൂർക്ക് പോകുന്ന നല്ലതെന്ന്. എന്നിട്ട് ഇപ്പൊ ഒറ്റ നിമിഷം കൊണ്ട് മനസ്സ് മാറിയോ? പൂജാരിണിയായി ജീവിതം കളയാൻ പോകുന്നേക്കാൾ നല്ലത് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്ന തന്നെയാ. അതിന് ഞാൻ സമ്മതിക്കാം. അല്ലാതെ മുത്തശ്ശിയെ പോലെ ജീവിതം ഹോമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ണിയേട്ടൻ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര വാശി പിടിക്കുന്നേ? ഉണ്ട്, വാശിയുണ്ട്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ അച്ഛനെ കൊന്ന നാഗങ്ങളെ സേവിക്കാനാണോ നിന്റെ ആഗ്രഹം? ഉണ്ണിയേട്ടൻ എന്ത് പറഞ്ഞാലും നാഗദൈവങ്ങളെ തള്ളിപ്പറയാൻ എന്നെ കിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുപോലെ ഇല്ലത്തെ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നത് നമ്മുടെ ഇല്ലത്തെ ഉപാസനാ മൂർത്തികളാ. മതി പ്രസംഗം, നീ ഒന്ന് പോകാൻ നോക്ക്. പോകാം, പക്ഷേ പോകുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയെ നാട്ടുകാരൻ വിളിച്ച് സ്വപ്നം കണ്ടത് ഞാനാണെന്ന് പറയാനാ. ഓഹോ, അത് ശരി. വൈഷ്ണവിയാണ് സ്വപ്നം കണ്ടതല്ലേ? എന്നിട്ടെന്താ കുട്ടി തുറന്നു പറയാത്തത്? മഹാപരാധമല്ലേ? ഞാൻ ഈ നിമിഷം തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്. ഉണ്ണിയേട്ടാ, ഞാൻ പറയും. ഇല്ല, നീ ആരോടൊരു അക്ഷരം പറയില്ല. പറയും. സ്വപ്നദർശനം മറച്ചു വെക്കുന്നത് മഹാപരാധമാണ്. ഞാനാണെങ്കി പടിയേറ്റ് കണ്ടിട്ട് പോവാൻ വന്നതാ. പടിയേറ്റ് നടക്കണം. വൈഷ്ണവി പൂജാരിണിയാകണം. ആരോടെങ്കിലും പറഞ്ഞാ കൊന്നുകളയും ഞാൻ. അറിയില്ല നിനക്ക് ഉണ്ണിയെ. കേട്ടത് കേട്ടു. അത് നീയായിട്ട് ഒരാളോടും പറയരുത്. പറയില്ല. പക്ഷേ ഇല്ലത്ത് നാശം ഉണ്ടാകില്ലേ? മുത്തശ്ശങ്കാവില് തളച്ചിരിക്കുന്ന ദക്ഷയ്ക്ക് രക്ഷപ്പെടില്ലേ? ഒടുങ്ങാത്ത പകയുമായി ദക്ഷയ്ക്ക് എങ്ങാൻ ഇല്ലത്ത് കടന്നുകൂടി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കില്ലേ? ഇല്ല, ദക്ഷയ്ക്കൊന്നും വരില്ല. ഉണ്ണിയേട്ടന് അത്രയ്ക്ക് ഉറപ്പാണോ? അതെ. അതെന്താ ഇത്ര ഉറപ്പ്? ദക്ഷയില്ല, ഒരു രാക്ഷസിയില്ല. അതൊക്കെ വെറും കെട്ടുകഥകളാ. ഞാൻ പറയില്ല. പക്ഷേ നോക്കിക്കോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. ദക്ഷയ്ക്ക് ഇല്ലെന്ന ഉണ്ണിയേട്ടന്റെ വിചാരം. പക്ഷെ ദക്ഷയ്ക്കുണ്ട്. വരും, അവള് വരും.
ഇരിക്കട്ടോ, തിരുമേനി അമ്മ അകത്തുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തായി? വല്ല തുമ്പും കിട്ടിയോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും കിട്ടി. നാഗമ്മയുടെ അമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടിയാ വന്നത്. നാഗപടത്തുകാർക്കാണല്ലോ നാഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുക. കല്യാണി മരിച്ചത് പാമ്പ് കടിയേറ്റ. അയ്യോ, അതും ഉഗ്രവിഷമുള്ള പാമ്പ്. ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിൽ പോലും ഏത് പാമ്പിന്റെ വിഷമാണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളെ കുഴക്കുന്ന കാര്യം മറ്റൊന്നാണ്. പാമ്പിൻ വിഷമാണെങ്കിലും കല്യാണിയുടെ കഴുത്തിലെ മുറിവ് മനുഷ്യന്റെ പല്ലിന്റെ ആകൃതിയിലാണ്. മനുഷ്യന്റെ പല്ല് പോലെ പല്ലുള്ള വല്ല പാമ്പുകളും ഉണ്ടോ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്നും വിചാരിക്കരുത്. പാമ്പുകൾ എന്ന് വിളിക്കരുത്. നാഗങ്ങൾ. നമ്മൾ അങ്ങനെ പറയാവൂ. നാഗങ്ങൾ സത്യമുള്ളവരാ. മനുഷ്യനെ പോലുള്ള നാഗങ്ങൾ എന്റെ അറിവിലില്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരവും. പക്ഷേ മുറിവ് മനുഷ്യന്റെ പല്ലിന്റെ ആകൃതിയിലുള്ളതും വിഷം ഉഗ്രനാഗത്തിൻ്റെതും. ഇത് ഇങ്ങനെ വരാൻ എന്താ കാര്യം? മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷം ലോകത്ത് 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന നാഗങ്ങളിലെ കണ്ടിട്ടുള്ളൂ എന്നാ അറിയാൻ കഴിഞ്ഞത്. മുന്നൂറ് വർഷം മുമ്പ് വംശനാശം വന്ന അവയെ പിന്നീട് ഇതുവരെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റേതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? സംശയിക്കാവുന്ന മറ്റൊരു തെളിവും ഈ മർഡർ കേസിൽ അവശേഷിച്ചിട്ടില്ല. എന്തായാലും ഉടൻ ഞങ്ങള് ദേവപ്രശ്നം വെക്കുന്നുണ്ട്. ദേവപ്രശ്നത്തിൽ വല്ല സൂചനയും കിട്ടുന്നെന്ന് നോക്കാം. ഈ ഇല്ലത്ത് വെച്ച് നാഗദംശനം ഏൽക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. നാഗങ്ങളെ പൂജിക്കുന്നവർ ചവിട്ടി നടക്കുന്ന മണ്ണ ഇത്. ഇവിടെ ഒരു നാഗങ്ങളും മനുഷ്യരെ കൊല്ലില്ല. അത് തെറ്റാ. മുത്തശ്ശി പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. എന്റെ അച്ഛൻ മരിച്ചത് ഇവിടെ വെച്ച് പാമ്പ് കടിയേറ്റാ. ദാ ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചതും പാമ്പ് കടിയേറ്റിട്ട് തന്നെയാ. ആണ്, പക്ഷേ അത് ചില ക്ഷുദ്രനാഗങ്ങൾ നിമിത്തമാ. ഈ കുട്ടി ഈ ഇല്ലത്തല്ലെന്നല്ലേ പറഞ്ഞത്? അതെ. കല്യാണിയെ കാണാതായ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ കുട്ടിയുടെ അഡ്രസ്സും വിവരങ്ങളും തരണം. അതിനെന്താ? പേര്? ദക്ഷിണ. ഓക്കെ, ഞങ്ങൾ ഇനിയും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം സർ. ശരി. ഹലോ മിസ്റ്റർ ഉണ്ണി. നമസ്കാരം. ആ, രാഹുൽ പറഞ്ഞറിഞ്ഞ് ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഉണ്ണി നമ്പൂതിരിയെ കുറിച്ച്. നേരിട്ട് കണ്ടപ്പോ ഒരു മാറ്റവും ഇല്ല. രാഹുലും തോരാത്ത? സത്യം പറയാലോ, രാഹുലിനെ മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കിയതാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുട്ടികളെ ഒഴിവാക്കുന്നതാണല്ലോ ഉചിതം. കുടുംബക്കാർ തമ്മിലാണല്ലോ സംസാരങ്ങൾ നടക്കേണ്ടത്. കുട്ടികൾ ചെറുപ്രായത്തിൽ എടുത്തു ചാടി പല തീരുമാനങ്ങളും എടുക്കും.
പക്ഷെ അതൊന്നും ശരിയാവണമെന്നില്ല. അവരുടെ തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് അതിലെ ന്യായാന്യായങ്ങളെ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മൾ മുതിർന്നവർക്കല്ലേ. നാഗമഠത്ത് മനയെയും വൈഷ്ണവി എന്ന അവിടുത്തെ കുട്ടിയെക്കുറിച്ചും രാഹുൽ പറഞ്ഞ് നല്ല അറിവുണ്ട്. രാഹുല് ഞങ്ങൾക്കൊറ്റ മകനാ. അവന്റെ ഏത് ആഗ്രഹങ്ങൾക്കും ഫുൾ സപ്പോർട്ട് നൽകുന്നവരാ ഞാനും എൻ്റെ ഭാര്യയും. ഈ ആഗ്രഹം അവൻ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ സത്യത്തിൽ വലിയ സന്തോഷമാണ് തോന്നിയത്. നാഗമഠത്തെ ഇല്ലത്തുനിന്ന് ഒരു കുട്ടിയെ മരുമകളായി കിട്ടുക എന്ന് വെച്ചാ അതിൽ പരം എന്തു ഭാഗ്യാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ നാഗമഠത്തെക്കുറിച്ചും നിങ്ങളുടെ ഇല്ലത്തെ ചടങ്ങുകളെക്കുറിച്ചും ഒരുപാട് അന്വേഷിച്ചു. അതിനിടയിലാണ് രാഹുൽ തന്നെ പറഞ്ഞത് വൈഷ്ണവിയാണ് അടുത്ത പൂജാരിണിയാകാനുള്ള സ്വപ്നം കണ്ടതെന്ന കാര്യം. സത്യം പറയാലോ, അതോടെ പേടിച്ചുപോയി ഞങ്ങൾ ഇത്തിരി ദൈവവിശ്വാസം കൂടുതലുള്ളവരാ. ഇതിനെക്കുറിച്ചറിയാവുന്ന ചിലരുമായി ഞങ്ങൾ സംസാരിച്ചു. അതിൽ നിന്നാ മനസ്സിലായത് പൂജാരിണിയാകാൻ വിധിക്കപ്പെട്ട കുട്ടിയെ വിവാഹം ചെയ്ത ഞങ്ങളുടെ മോനും കുടുംബത്തിനും എന്നും ദോഷമായിരിക്കും അത്രേ. അതുകൊണ്ട് ഞാൻ മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവ സമ്മതിക്കുകയും ചെയ്തു. ഇനി അവൻ വൈഷ്ണവെ വിളിക്കില്ല, കാണുകയില്ല. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പറഞ്ഞിട്ടും ഉണ്ണി നമ്പൂതിരിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാ? തുറന്നു പറയാം, നമുക്ക് ഈ ബന്ധം തുടരണ്ട. നാഗമഠത്തില്ലത്തോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എന്റെ മകനെ എനിക്ക് വേണം. വിവാഹത്തിന് ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ കരുതും പോലെ ഒന്നും ഉണ്ടാവില്ല. എന്റെ പെങ്ങള് ഒരുപാട് സ്നേഹിച്ചതാ രാഹുലിനെ. അവർ തമ്മിലുള്ള വിവാഹം നടക്കണം. ഇല്ല മിസ്റ്റർ ഉണ്ണി, താങ്കളുടെ പെങ്ങളോട് പറ രാഹുലിനെ മറന്നേക്കാൻ. എന്നിട്ട് വിധിപ്രകാരമുള്ള ആചാരമനുസരിച്ച് നാഗമഠത്തിലെ പൂജാരിണിയാകാൻ പറയൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലത്തിന് നാഗകോപം ഉണ്ടാവും. എന്റെ അനുജത്തി ചതിക്കുകയായിരുന്നല്ലേ? മിസ്റ്റർ ഉണ്ണി, നിങ്ങൾ നാഗമഠത്തിലെ ഒരു സന്തതിയല്ലേ? ആചാരങ്ങളെ ധിക്കരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അറിയാതിരിക്കില്ലല്ലോ. ഞങ്ങളുടെ മകനെ കുരുതിക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. 100 വട്ടം ചിന്തിക്കണം നിങ്ങള്. എന്റെ അനിയത്തിയെ സ്നേഹിച്ചതാ നിങ്ങളുടെ മോൻ. ഇല്ലത്തുള്ളവർ എതിർത്തിട്ടും അവൾക്കൊപ്പം നിന്നതാ ഞാൻ. നിങ്ങളുടെ ഈ തീരുമാനം എന്റെ പെങ്ങളറിഞ്ഞ തകർന്നു പോവും എന്റെ കുട്ടി. ഒന്നുകൂടി ആലോചിച്ചൂടെ? ഇല്ല, ഞങ്ങളുടെ തീരുമാനം എന്റെ മോനടക്കം കുടുംബക്കാർ ആലോചിച്ചെടുത്തതാ. വെരി സോറി മിസ്റ്റർ ഉണ്ണി. വിളിച്ചിരുന്നു. ഉണ്ണിയേട്ടനും രാഹുലിന്റെ അച്ഛനും തമ്മിൽ കണ്ടുവെന്നും സംസാരിച്ചു എന്നും ഒക്കെ പറഞ്ഞു. എന്താ ഉണ്ണിയേട്ടാ, എനിക്കും രാഹുലിനും അറിയാത്ത ഒരു സംസാരം നിങ്ങള് തമ്മില്? കല്യാണക്കാരിയാവുമ്പോ കാരണവന്മാര് തമ്മിൽ സംസാരിച്ചെന്നിരിക്കും. അതിൽ നിങ്ങൾ ഇടപെടണ്ട. ഉണ്ണിയേട്ടൻ വരണത് നോക്കി കാത്തിരിക്കുകയായിരുന്നു ഞാൻ, കാര്യം അറിയാൻ. രാഹുലിന്റെ അച്ഛൻ പെട്ടെന്ന് ഉണ്ണിയേട്ടനെ കാണണമെന്ന് പറയാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? കാര്യങ്ങൾ അറിയുമ്പോ നീ വിഷമിക്കരുത്. രാഹുലുമായിട്ടുള്ള ചങ്ങാത്തം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്ക്.
കല്യാണം നടക്കില്ല. സ്വപ്ന ദർശനം ഉണ്ടായ കാര്യം നീ രാഹുൽ അടക്കം എല്ലാവരോടും പറഞ്ഞില്ലേ? ആ കോന്തൻ അതവന്റെ വീട്ടുകാരോടും പറഞ്ഞു. അവരാണെങ്കിൽ ഇവിടെ ഉള്ളവരെക്കാൾ അന്ധവിശ്വാസികളാ. നാഗമഠത്തെ പൂജാരിണിയാവാൻ സ്വപ്നം കണ്ട പെണ്ണിനെ മകനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് ഭയമാണത്രേ. നിന്നെ വിവാഹം ചെയ്താ അവരുടെ മോനും അവരുടെ കുടുംബത്തിനും ദോഷമാണത്രേ. നിന്നോട് ആര് പറഞ്ഞിട്ട് അവനെ കയറി പ്രേമിക്കാൻ? പ്രേമിക്കുന്നുണ്ടെങ്കിൽ കരളുറപ്പുള്ള ആണുങ്ങളെ പ്രേമിക്കണമായിരുന്നു. രാഹുൽ ഉണ്ണിയേട്ടനോട് വല്ലതും സംസാരിച്ചോ? സംസാരിച്ചു. അവന്റെ വീട്ടുകാരെ പിണക്കിട്ട് അവനൊന്നും വയ്യാന്ന്. പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോഴും അക്കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. തുറന്നു പറയാനേ ആണത്തം വേണം. ഇനി അവരുടെ മനസ്സ് മാറി വന്നാ പോലും ആ ബന്ധം നമുക്ക് വേണ്ട. ഇപ്പോഴേ അവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇമ്മാതിരി അന്ധവിശ്വാസം പറഞ്ഞിരുന്നെങ്കിൽ താലിച്ചരടും പൊട്ടിച്ചെറിഞ്ഞ് ഇല്ലത്ത് വന്നിരിക്കേണ്ട ഗതികേട് വന്നേനെ. നിനക്ക് അവനേക്കാൾ നല്ലൊരുത്തനെ കണ്ടെത്തി തരും ഞാൻ. കുടുംബത്തിൽ പറഞ്ഞ ആണൊരുത്തന്. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിൽ കയറിയതിൽ പിന്നെ പൂജാരിണിയാവാൻ വേണ്ടി മനസ്സുകൊണ്ട് രാഹുലിനെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. അവരുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ മറ്റൊരു വിവാഹം ഇനി എനിക്ക് വേണ്ട. വേണം. നിന്റെ വിവാഹം നടന്നു കാണണമെന്ന് എന്റെ വലിയ ആഗ്രഹം. അത് നടന്നേ പറ്റൂ. ഇല്ല ഉണ്ണിയേട്ടാ. എന്താ മോളെ, എന്താ കരയാൻ? ഇവനല്ലേ ആള് കരയാൻ പാത്ര വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. വൈഷ്ണവി, ഉണ്ണിയേട്ടൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? ഉണ്ണിയേട്ടൻ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ കരഞ്ഞതല്ല, കണ്ണിലൊരു കരട് പോയതാ. അല്ല, കരഞ്ഞ തന്നെ. മനസ്സിന് വിഷമം വന്ന കരയാതിരിക്കാൻ ഇവൾ എന്നെ പോലൊന്നും അല്ലല്ലോ. കരയട്ടെ, കരഞ്ഞു തീർക്കട്ടെ എല്ലാം. കരഞ്ഞു തീർക്കാൻ എന്താ ഇത്ര വിഷമം ഈ കുട്ടിക്ക്? ഒരാളെ ഇഷ്ടമാണെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു. അത് നടത്തി തരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. പടിയേറ്റ് കഴിഞ്ഞിട്ട് അക്കാര്യം ആലോചിക്കാന്നാ എല്ലാരും എടുത്തിരിക്കുന്ന തീരുമാനം. അതിന് പടിയേറ്റൊന്നും അല്ല പ്രശ്നം. അവർക്ക് നാഗമഠത്തെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പേടിയാണത്രേ. നാഗങ്ങളെ ഉപാസിക്കുന്നിടത്തുനിന്ന് പെണ്ണ് കെട്ടിയ അവരുടെ മകൻ ചിലപ്പോ പാമ്പ് കടിയേറ്റ് മരിക്കേണ്ടി വരുമോ എന്നുള്ള പേടി. എന്റെ പരദേവതകളെ, ഞാൻ എന്താ ഈ കേക്കണത്? വന്ന് വന്ന് ഇത്രയ്ക്കായോ കാര്യങ്ങള്? അത് മാത്രല്ല മുത്തശ്ശി കാര്യം. അതെ, ഞാൻ പറഞ്ഞത് മാത്ര കാര്യം, മറ്റൊന്നുമില്ല. ഒരു പക്ഷേ പൂജാരിണിയാകാൻ വൈഷ്ണവി എങ്ങാനും സ്വപ്നം കണ്ടിട്ടുണ്ടാവൂന്ന് അവരെങ്ങാനും തെറ്റിദ്ധരിച്ചു കാണും. ഇല്ല, എന്റെ കുട്ടി അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. നാഗമഠത്തെ ഒരു പെണ്ണിനും ആ സ്വപ്നം കണ്ട തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. ഇനി പറഞ്ഞു പറഞ്ഞ് വഷളാക്കണ്ട. അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന കുടുംബമായിട്ട് ഇനി ഒരു വിവാഹബന്ധം വേണ്ട. അതെ, വൈഷ്ണവിക്ക് നല്ല കുടുംബത്തിൽ നിന്ന് വേളിയുണ്ടാവും.
നമസ്കാരം. അല്ല, ആരാ ഇതൊക്കെ? വാസുദേവനും രാമകൃഷ്ണനും എത്ര നാളായി ഇല്ലത്ത് വന്നിട്ട്? നാഗമടത്തമ്മയെ കാണുമെന്ന് ഇപ്പോഴാ തോന്നിയത്. അതെ, കാണണമെന്ന് ഉൾവിളി ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാവരും വരാറ്. ആ നമസ്കാരം അമ്മേ. രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? കരക്കാര് മുഴുവൻ ആശങ്കയിലാണ്. പടിയേറ്റ് നടക്കാത്തതിന്റെ കാരണം അറിയാൻ നാട്ടുകാർക്ക് മുഴുവൻ ആകാംക്ഷയാണ്. അത് നടക്കാത്തതിന്റെ ഏനക്കേട് നാട്ടിൽ കണ്ടു തുടങ്ങി. അറക്കയിലെ ശ്രീധരന്റെ മകൻ ഇന്നലെ പാമ്പുകടിയേറ്റു. അയ്യോ, കരക്കാരിൽ പലരും രാത്രി സ്വപ്നം കാണുന്ന നാഗങ്ങളെയാ. അറിയാം. പടിയേറ്റ് കഴിയാത്തതിനാൽ പല അനർത്ഥങ്ങളും ദേശത്തുണ്ടാവൂന്ന്. ദേശത്ത് മാത്രമല്ലല്ലോ, നാഗമടത്തും നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ പലതും. കല്യാണിയുടെ മരണത്തോടെ നാട്ടുകാരാകെ പേടിച്ചിരിക്കുക. രാത്രി വഴി നടക്കാൻ പോലും പേടിയാ. കല്യാണിയുടെ പ്രേതത്തെ പലരും കണ്ടു എന്ന് പറയുന്നുണ്ട്.